എനിക്ക് സന്തോഷമായടാ. എനിക്കിത് കൂടുതലൊന്നും വേണ്ട. നീ എന്നെ കാണുന്നുണ്ടല്ലോ. കാഴ്ച തിരിച്ചു കിട്ടിയപ്പോ ഞാൻ കാണാൻ കൊതിച്ചവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. ഇരുട്ടിൽ തപ്പി നടന്ന സമയത്ത് മായാതെ മനസ്സിൽ തെളിഞ്ഞു നിന്ന മുഖങ്ങളിലൊന്ന് നിന്റെയാ. ഈ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാഴ്ച കിട്ടിയെന്ന് ഞാൻ എന്നെ എങ്ങനെ വിശ്വസിപ്പിക്കും? നിന്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതാ. കടലെരുമ്പി വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുള്ള ഉറപ്പുണ്ട് നിന്റെ ഈ ചങ്കിന്. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാ. എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നല്. നിന്റെ കാഴ്ച പോയ അന്നു മുതൽ ബ്രഹ്മയാമത്തിൽ ഉണർന്ന് എന്നോ മറന്നുപോയ സൂര്യഗായത്രി മന്ത്രം മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ഞാൻ. ഭൂമിക്ക് പ്രകാശം നൽകുന്ന സൂര്യനോട് നിന്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമെന്ന് യാചിക്കുമായിരുന്നു. നീ ഇരിക്കുന്നില്ലടാ. എന്റെ മേശപ്പുറത്ത് ഒരു കൂട്ടം ഫയലുകൾ പെൻഡിങ്ങാ. ഇപ്പോ വിവരാവകാശ നിയമമുള്ള സമയം കൃത്യസമയത്ത് തീർത്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമോ? ആ ദേ നിന്റെ സ്കൂട്ടർ. ഞാൻ ഇറങ്ങോ? ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. ചായ വേണ്ട, ഗംഭീര സദ്യ ഒരുക്കണം കല്യാണി. 4 കൂട്ടം പായസം കൂടി ഇരുന്നോട്ടെ. ഈ സദ്യക്ക് അത്ര മധുരം വേണം. സുബ്രു, നിനക്ക് വേറെ വണ്ടിയില്ലല്ലോ, ഞാൻ നിന്നെ ഓഫീസിലാക്കാം. വേണ്ട, എന്റെ ഓഫീസിലൊരു സ്റ്റാഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോട്ടടാ, വൈകിട്ടാണ്. മാഡം, ദാസേട്ടന് ഒട്ടും സുഖമില്ല. ഇപ്പൊ എങ്ങനെയൊക്കെ നീ ആരാടി? ഇയാളുടെ വക്കീലോ? അപ്പൊ ചാകാനാണ് വന്നതെങ്കിൽ ആ മതിലിനപ്പുറത്ത് ഔട്ട് ഹൗസിലേക്ക് പോയാ മതി. ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കല്ലേ. ദാസേട്ടനോ? എന്തു പറ്റി ചേച്ചി? ഓ, എന്തു പറ്റി ദാസേട്ടാ? ദാസേട്ടന് സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അപ്പോഴാ മാഡം. എന്താ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഒന്നുമില്ല കുഞ്ഞെ, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ, ഇത് വെറുതെ. അതാ ഞാനും പറഞ്ഞത്. വെറുതെ ഓരോരോ വയ്യാവേലികള് തൃച്ചംബരത്തേക്ക് വലിഞ്ഞുകയറി വന്നോളൂ. ഇതിപ്പോ ഒരു സത്രമാണല്ലോ, എല്ലാവർക്കും കേറി ഇറങ്ങാനായിട്ട്. സത്രമൊക്കെ പണ്ടായിരുന്നു, ചിലരൊക്കെ കേറി പിന്നെ തിരിച്ചിറങ്ങി പോയില്ലെന്നുള്ളൂ. ദാസേട്ടാ വന്നേ, ഞാൻ കൊണ്ടുപോവാം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാ, വണ്ടി കയറി വാ. വേണ്ട കുഞ്ഞെ, വെറുതെ എന്തിനാ എന്റെ പേരില്? വെറുതെ അല്ല, കാര്യമായിട്ടാ. ഞാനാണെന്ന് ദാസേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നത്. രാവിലെ നീ മിഠായി എവിടെ നിന്ന് വാങ്ങി? അത് ബാബുവേട്ടന്റെ കടയിൽ മിഠായി ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇതെവിടെന്നാ? എന്താടാ ഇത്, എവിടെന്നാന്ന്? ചേച്ചി, ഇത് ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്നതാ. കളയാൻ തോന്നുന്നില്ല ചേച്ചി. ഞാനിതൊരെണ്ണം കഴിച്ചോട്ടെ. നമ്മുടെ അച്ഛൻ കൊണ്ടുവന്നല്ലേ ചേച്ചി.
വെളിച്ചത്തെ ഇനിയും അകറ്റി നിർത്താൻ കഴിയില്ല. എന്റെ മകന്റെ ഇഷ്ടമാണ്, അവന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അഖിലയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, ഈ തൃച്ചംബരത്തിന്റെ സന്തോഷം. കയറി വരൂ. നിൽക്ക്. തൃച്ചംബരത്തെ പരമ്പരാഗത ആഭരണങ്ങൾ അണിഞ്ഞു വേണം മൂത്ത മരുമകൾ തൃച്ചംബരത്തേക്ക് വലതുകാല് വെച്ച് കയറാം. ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്റെ അച്ഛനെ. ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ഒരു പുരുഷായി ഹോമിച്ച എന്റെ അച്ഛന്. എന്താ ഇത് കല്യാണി? വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ കല്യാണി. പാവം, ഞാൻ ഇറങ്ങിപ്പോവാൻ പറയുന്ന ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എന്നെ കാണാൻ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനതിന്റേതായ കാരണങ്ങളുണ്ട്. മകളെ ഇല്ലായ്മകൾക്കിടയിലും രാജകുമാരിയെ പോലെ സ്നേഹിച്ചു വളർത്തിയ ആ പാവത്തിന്റെ സ്വപ്നങ്ങൾ കെടുത്തിയവളാ ഞാൻ. ഒരു ജന്മത്തിൽ തന്നെ മക്കളുടെ അമ്മയും അച്ഛനും ആകേണ്ടി വന്ന മനുഷ്യൻ. നന്ദനയ്ക്കറിയോ, എന്റെ ജീവന എന്റെ അച്ഛൻ, എന്റെ ദൈവം. എന്താ കല്യാണി കൊച്ചുകുട്ടികളെ പോലെ? ഇന്നലെ മുതൽ എന്റെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങാൻ പറ്റില്ല അച്ഛന്. സ്വപ്നവും വിശ്വാസവും തകർത്ത ഞാൻ തന്നെ അച്ഛന്. നീ അതൊക്കെ വിട്. ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തുന്നതും കല്യാണം കഴിക്കുന്നതും ഒന്നും അത്ര വലിയ തെറ്റല്ല. ഇത് ഈ ലോകത്ത് തൃച്ചംബരത്തെ ഡ്രൈവർ ആയിരുന്ന ദാസേട്ടന്റെ മകൾ മാത്രം ചെയ്തൊരു അപരാധമല്ല. പിന്നെ എന്തിനാ കല്യാണി നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇവിടെ ആരുടെയും സ്വപ്നങ്ങളും വിശ്വാസവും ഒന്നും തകർന്നിട്ടില്ല. ഒരു ജീവിതം ഉണ്ടായി, അത്രേ ഉള്ളൂ. അതെ കല്യാണി, എല്ലാം തിരിച്ചറിയുമ്പോ ദാസേട്ടൻ മടങ്ങി വന്നോളൂ. ഇതൊക്കെ എനിക്ക് വല്യുഞ്ഞിനോടോ അനിയൻകുട്ടനോടോ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ നന്ദനെ. അത് നന്നായി. ഇല്ലെങ്കില് ദാസേട്ടനെ പോലെ നീയും ഇന്ന് ഉറങ്ങില്ലായിരുന്നു. നീ സമാധാനായിട്ടിരിക്കെ, വിഷമിക്കണ്ട. ദാസേട്ടൻ എല്ലാം ക്ഷമിക്കും. ആ മനസ്സ് എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതല്ലേ. പോ. എന്തുവച്ചാ നന്ദന? കരഞ്ഞ് കലങ്ങിയതുപോലെ ഉണ്ടല്ലോ കണ്ണുകൾ. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും? എന്താ സങ്കടം എന്ന് എന്നോട് പറഞ്ഞൂടെ മോളെ? അരവിന്ദിന് അങ്കിൾ പ്രശ്നം. അരവിന്ദന് എന്ത് പറ്റി? ഓഫീസിൽ ഇന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് അരവിന്ദിനെ വല്ലാതെ പരിഹസിച്ച് സംസാരിച്ചു. അത് അരവിന്ദിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു. അവൻ വിളിച്ചിരുന്നോ മോളെ? ഇല്ലെങ്കില് മാനേജറെ വിളിച്ച് പറഞ്ഞു. ഞാൻ അരവിന്ദിനെ ഒരുപാട് തവണ ഫോൺ വിളിച്ചു, എടുക്കുന്നില്ല, ബിസിയാക്കി കളയ. ഞാനൊന്ന് വിളിക്കാം. അവൻ ബിസിയാക്കി. എനിക്കെന്തോ പേടിയാവുന്നു. ചെറിയൊരു കാര്യം പോലും സഹിക്കാനാവാത്ത മനസ്സ് അരവിന്ദിന്റെ. മോള് പേടിക്കണ്ട, ഒന്നുമില്ല. അവനിങ്ങ് വരും. മോളെ സമാധാനമായിട്ട് ചെല്ലും മോളെ. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ. അവനെ അഖിലാണ്ടേശ്വരിയുടെ രക്തം. അലക്കടലിനെയും കൊടുങ്കാറ്റിനെയും നേരിടാൻ ഭയം കാണിക്കാത്ത അഖിലാണ്ടേശ്വരിയുടെ രക്തം. അഖിലാണ്ടേശ്വരിയുടെ രക്തമാണെങ്കിലും ശിവരാമകൃഷ്ണന്റെ രക്തമാണെങ്കിലും ശരി, അവൻ ഇന്ന് ഓഫീസിൽ വച്ച് മറുപടിയില്ലാതെ അപമാനിതനായി തല കുനിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും താഴേക്ക് അടർന്നു വീണത് കണ്ണുനീരിന് പകരം നീ പറഞ്ഞ രക്തമാ.
അവിടെയും ശ്രീയേട്ടന് തെറ്റി. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നു കയറാനുള്ള കരുത്തുണ്ടാവും അവന്. പ്രിയങ്ക, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ദൂരം ചെറുതല്ല. അത് നടന്നു കയറാനുള്ള പേശീബലം വന്നിട്ടില്ല അവന്. അങ്ങനെ ഒരു വെയിലത്തും വാടിപ്പോകുന്നവനല്ല അങ്കിളെ അവൻ. അവന്റെ ജനുസിനൊരു പ്രത്യേകതയുണ്ട്. വീണെടുത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കെൽപ്പുണ്ട് അവന്. അവൻ തളർന്ന തെറിച്ചു വീണ അവന്റെ ഗാന്ധീവം തിരിച്ചെടുത്തു കൊടുക്കാനും അവനെ യുദ്ധസന്നദ്ധനാക്കാനും പോന്ന ഒരു തേരാളി കൂടെയുണ്ട്. അവന്റെ കൂടപ്പിറപ്പ് ആനന്ദകൃഷ്ണൻ. പക്ഷെ ഈ ഒരു പരാജയത്തിന്റെ തളർച്ചയിൽ നിന്നും ഇനി അവൻ ഉയർത്തെഴുന്നേൽക്കരുത്. നടന്നു കയറാനുള്ള ശ്രമത്തിനിടയിൽ അവനെ വീഴ്ത്തണം. 4 പാടു നിന്നും കുറ്റപ്പെടുത്തലുകളും കൂടി ആവുമ്പോൾ ശേഷിക്കുന്ന മനസ്സും കൂടി തളരും. അങ്ങനെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി നാഥനില്ല കളരിയാകും. ഞാൻ കാരണം സങ്കടപ്പെടേണ്ടി വന്നൊരു ക്ഷമ ചോദിക്കാം. ഞാനല്ലാതെ വേറെ ആരാ നിനക്ക് വേണ്ടി സങ്കടപ്പെടുക? ഇതൊന്നും ഒരു പ്രശ്നമല്ല അരവിന്ദ്. പക്ഷെ വേറെ ആരും നിന്നെ വേദനിപ്പിക്കാൻ പാടില്ല. അതെനിക്ക് സഹിക്കില്ല. നിനക്ക് നല്ലൊരു ബിസിനസ്മാനായി മാറാൻ പറ്റും അരവിന്ദ്. എനിക്കറിയാം, നിന്നെ പോലെ മിടുക്കിയായിട്ടൊരു ബിസിനസ്സുകാരിക്ക് ചേർന്ന ഹസ്ബൻഡ് ഒന്നും അല്ല ഞാൻ. സോറി. ആരാ പറഞ്ഞത് ഇതൊക്കെ? നീ എനിക്ക് ചേർന്ന ഹസ്ബൻഡ് അല്ലെന്ന്. നിന്നെ പോലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഞാൻ കമ്പനിയിലെ എല്ലാവരുടെയും മുന്നില് ബിസിനസ് അറിയാത്തൊരു കോമാളിയായിട്ട് വന്നിട്ടും നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ല നന്ദന. വെറുപ്പോ? നിന്നെ പോലൊരു പയ്യനെ കിട്ടാൻ ഞാൻ എന്തൊക്കെ തന്ത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്ന് അറിയോ? എല്ലാം ശരിയാകും അരവിന്ദ്, എല്ലാം ശരിയാകും. ഞാനല്ലേ നിന്റെ കൂടെ? അല്ല കല്യാണി, കൊള്ളാം. ജില്ലാ കളക്ടർ ആവാൻ പോകുന്ന ആളെ കൊണ്ടാണോ നീ വീടിനകം തൂപ്പിക്കുന്നത്? ഇങ്ങോട്ടെ. എന്റെ അനിയൻകുട്ട, ആണുങ്ങൾ ചെയ്യുന്ന ജോലിയാണോ ഇതൊക്കെ? അത് വലിയ ഇവിടെ മുഴുവൻ ഉറുമ്പ്. അതാ ഞാന്. ഓഹോ, അപ്പോ അടുക്കളയിൽ ഇരുന്ന അച്ചപ്പ് മുഴുവൻ തീർന്നു കാണും. ചുമ്മാതല്ല നീ ഇങ്ങനെ തടിച്ചു വരുന്നത്. ആദ്യം കട്ടുതീറ്റ കുറയ്ക്കണം. സാരമില്ല, നീ കുറച്ച് അച്ചപ്പൊക്കെ കഴിച്ചോ. അതിൽ വരുന്ന തടിയൊക്കെ വരട്ടെ. കല്യാണി, നല്ലൊരു സ്ട്രോങ് ചായ ഇട്ടുണ്ടോ? കഴുത്തിനൊക്കെ നല്ല വേദന. കുറച്ചു നേരം വാന നിരീക്ഷണം അല്ലായിരുന്നോ? പോവല്ലേ, ഞാൻ പോയി ചായ ഉണ്ടാക്കിണ്ട് വരാം. ഈ ചേച്ചിയുടെ ഒരു കാര്യം, വന്ന് കേറും മുമ്പ് ഞാൻ അച്ചപ്പെടുത്തുന്ന കാര്യം അറിഞ്ഞു. അയ്യോ അനികൂട്ടാ, ഞാൻ മറന്നുപോയി. ദാ മൊബൈല്. നിന്റെ ആ ഫ്രണ്ടില്ലേ അരുൺകുമാർ വിളിച്ചിരുന്നു. തിരിച്ചൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ പറയുന്നേ, എനിക്ക് ഇവിടെ ഒരു ഫോൺ വാങ്ങിച്ചു തരാൻ. ആഹാ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാം തികഞ്ഞു. അതവിടെ നിക്കട്ടെ. ചേച്ചി എന്തിനാ ഞാൻ അച്ചപ്പെടുത്തു തന്നവരും വല്യുവിനോട് പറയാൻ പോയത്? അതോ, നീ ഒരു കൊച്ചുണ്ണികൃഷ്ണനാണെന്ന് വല്യുവിനും കൂടി അറിയട്ടെ. ഭഗവാൻ കൃഷ്ണൻ വെണ്ണ കെട്ടി തിന്നപ്പോ എന്റെ അനിയൻകുട്ട അച്ചപ്പം കെട്ടി തിന്നു. അച്ചപ്പ കള്ള പോയി. എന്നിട്ടും അത് ചെയ്യാതെ മക്കളെ തോൽപ്പിക്കാനല്ലെങ്കിൽ പിന്നെന്തിന് ദാസ് തൃച്ചംബരത്ത് താമസിച്ചു? അതിന്റെ ഉത്തരമാണ് എനിക്കറിയേണ്ടത്. അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് കൃഷ്ണേട്ടാ. ആനന്ദിനെ ചികിത്സിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോവാൻ നമ്മൾ തീരുമാനിച്ചു. കല്യാണിയപ്പോ ഒറ്റപ്പെട്ടു പോകും. അവര് ഔട്ട് ഹൌസിൽ സുരക്ഷിതരായിരിക്കുമെന്ന് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു എനിക്ക്. അതിന് ആനന്ദ് പോകുമ്പോ ദാസേട്ടനെ ഔട്ട് ഹൌസിൽ താമസിപ്പിക്കാനായിരുന്നു എന്റെ ഉദ്ദേശം.
പക്ഷേ പെട്ടെന്ന് കഥ മാറി മറിഞ്ഞുപോയി. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആനന്ദിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിക്കഴിഞ്ഞിരുന്നു. മകളുടെ പ്രവൃത്തികൾ കൊണ്ടാവാം ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. അതെ, ലക്ഷ്യം പഴിച്ചിരിക്കുന്നു. ഇനി ഈ ദാസന്റെ ആവശ്യമില്ല തൃച്ചംബരത്തിന്. ആർക്കൊരു ഭാരമാവാതെ പോകണം എനിക്ക്. ഞാനിവിടെ നിൽക്കുന്നത് തൃച്ചംബരത്തിന് ബാധ്യതയായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റ്. ബാധ്യതയായി തോന്നിയിരുന്നെങ്കിൽ മകളെയും കൂട്ടി പണ്ടേ തൃച്ചംബരത്തേക്ക് വരരുതായിരുന്നു ദാസേട്ടൻ. ആരും മറക്കാൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട് ഇപ്പോഴും ഈ വീട്ടിൽ. പാരമ്പര്യവും പ്രൗഢിയും മുറുകെ പിടിച്ചിരിക്കുന്ന തൃച്ചംബരം ഇത്തരത്തിൽ കുത്തഴിഞ്ഞു പോകണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ദാസേട്ടനും അതിനൊരു ഉത്തരവാദിയാണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല എന്നർത്ഥം. താലി കെട്ടിയ ഈ ഭർത്താവും 2 മക്കളും ചേർന്ന് അഖിലാണ്ടേശ്വരിയെ കോമാളി വേഷം കെട്ടിച്ചപ്പോ ഞാൻ എപ്പോഴൊക്കെയോ കൂടപ്പറപ്പിനെ പോലെ കരുതിപ്പോയ ദാസേട്ടനെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ. എന്നിട്ടും സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കണോ ഞാൻ? ഞാനെവിടെയാ? ദാസേട്ടാ, കുഞ്ഞു, ദാസേട്ടാ ഈ വെള്ളം കുടിച്ച്. ഞാനിപ്പോ എവിടെയാ? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേ? അനീ കുഞ്ഞെ പറയേ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? ദാസേട്ടൻ വല്ലതും അറിയുന്നുണ്ടോ? ദാസേട്ടൻ തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ബോധമില്ലാതെ വീട് കിടക്കുമായിരുന്നു. ഞാനും സുജാതേച്ചും കൂടിയിട്ടാണ് കാറിൽ കയറ്റിയത്. കുഞ്ഞ് കാറ് നിർത്തിയേ. എന്തിന്? അതിന് ഹോസ്പിറ്റൽ ആയിട്ടില്ല. കുഞ്ഞ് കാറ് നിർത്ത്. ഹോസ്പിറ്റലൊക്കെ ഞാൻ തനിയെ പൊക്കോളാം. കുഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ ദാസേട്ട ഇതൊന്നും ആയിരുന്നില്ല ദാസേട്ടന്റെ കുറച്ചു മുമ്പത്തെ സ്റ്റേജ്. കുഞ്ഞിപ്പ എന്നെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും മുന്തിയ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും. അവരെന്നെ അഡ്മിറ്റ് ചെയ്യും. ആ ചെയ്യട്ടെ, അതിനിപ്പോ എന്താ? അഡ്മിറ്റ് ചെയ്താ കൂടെ നിൽക്കാൻ ഇരിക്കാനുള്ളേ. ഒന്ന് തളർന്നു വീണ താങ്ങാവാൻ പോലും ഈ ദാസന് ആരുമില്ല. ആരുടെ മനസ്സിലും ദാസില്ല. ദാസ അനാഥനാ. ദാസേട്ട എന്തൊക്കെ പറയുന്നേ? എവിടെ കിടന്ന് ചത്താലെന്താ? പെരുവഴി കിടന്ന ദിവസേന എത്ര നായ്ക്കളി ചാവുന്നു. അനാഥ ശവങ്ങളെ മൂടുന്ന കൂട്ടത്തില് മുനിസിപ്പാലിറ്റിക്കാരെ എന്നെയും മൂടിക്കോളൂ. ദാസേട്ട ഒരുമാതിരി ഫിലോസഫി വർത്താനം പറയാൻ നിൽക്കല്ലേ. പ്രായം വെക്കൊന്നും ഞാൻ നോക്കാൻ നിൽക്കില്ല, പറഞ്ഞേക്കാം. അനിയൻ കുഞ്ഞ് എന്തും പറഞ്ഞോ, ദാസന് സങ്കടമില്ല. ഞാൻ തോളത്തെടുത്ത് നടന്ന കുഞ്ഞല്ലേ. ഓ, അപ്പൊ അങ്ങനെ ഒരു വിചാരമുണ്ട്. അപ്പൊ അന്ന് തോളി കയറിയ കുഞ്ഞ് തന്നെ പറയുന്നേ അവിടെ അടങ്ങിയിരിക്കാൻ. കുഞ്ഞ് കാറ് നിർത്തി, എനിക്ക് ഇറങ്ങണം. ദാസേട്ട എന്തൊക്കെയാ പറയുന്നേ? കാറ് നിർത്ത് കുഞ്ഞെ, അല്ലെങ്കിൽ ഇതിനകത്ത് എടുത്ത് ചാടും.